ഹായ് എവരി വൺ, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അരുൺ എന്നാണ്. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ബിൽഡിങ്സിൻ്റെ ടൈപ്സ്. ആസ് പെർ നാഷണൽ ബിൽഡിംഗ് കോഡ് എങ്ങനെയാണ് ബിൽഡിങ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മെയിൻലി 9 ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ്. ക്ലാസ് എ, ക്ലാസ് ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച് ആൻഡ് ഐ. ഇതിൽ ക്ലാസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. ക്ലാസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ ബിൽഡിങ്സ് ആണ്. ക്ലാസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സ് ആണ്. ക്ലാസ് ഡി അസംബ്ലി ബിൽഡിങ്സ്. ക്ലാസ് ഇ ബിസിനസ് ബിൽഡിങ്സ്. ക്ലാസ് എഫ് മെർക്കൻറ്റൈൽ ബിൽഡിങ്സ്. ക്ലാസ് ജി ഫാക്ടറി ആൻഡ് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ്. ഇതിന് നമ്മൾ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് എന്ന് പറയും. ക്ലാസ് എച്ച് സ്റ്റോറേജ് ബിൽഡിങ്സ് ആൻഡ് ക്ലാസ് ഐ ഹസാർഡസ് ബിൽഡിങ്സ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ക്ലാസ് എ ടൈപ്പ് ബിൽഡിംഗ് ആണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്. റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യുന്നത് സ്ലീപ്പിംഗ് പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഇതിന് എക്സാമ്പിൾസ് അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്സ് വരാം, ഹോട്ടൽസ് വരാം, നമ്മുടെ റെസിഡൻഷ്യൽ ഹോംസ് വരാം, പിന്നെ ഡോർമെട്രീസ് വരാം. അടുത്തതാണ് ക്ലാസ് ബി, അത് എഡ്യൂക്കേഷണൽ ബിൽഡിങ്സ്. ഈ എഡ്യൂക്കേഷണൽ ബിൽഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിങ്സ് ആണ്. അതിന് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ സ്കൂൾസ് ആവാം, കോളേജസ് ആവാം, ഡേ കെയർ സെൻറ്റേഴ്സ് ആവാം. ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അടുത്തത് ക്ലാസ് സി ടൈപ്പ് ബിൽഡിങ്സ്. ക്ലാസ് സി ടൈപ്പ് ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ സെൽഫ് പ്രിവെൻഷന് കേപ്പബിൾ അല്ലാത്ത ആൾക്കാരെ നമ്മൾ പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബിൽഡിങ്സ്. ദാറ്റ് മീൻസ് നമ്മുടെ ഫിസിക്കലി എന്തെങ്കിലും രോഗികളായിട്ടുള്ളവരെയൊക്കെ പാർപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ബിൽഡിങ്സിനാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ. അതിന് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസ് ആവാം, നേഴ്സിംഗ് ഹോംസ് ആവാം, സൈക്കാട്രിക് ഹോസ്പിറ്റൽസ് ആവാം, ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഒക്കെ ആവാം. ഇതിന് എക്സാമ്പിൾസ്. അടുത്ത ടൈപ്പ് ബിൽഡിംഗ് ആണ് ക്ലാസ് ഡി ടൈപ്പ് ബിൽഡിംഗ്. അത് അസംബ്ലി ബിൽഡിങ്സ് ആണ്. അസംബ്ലി ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരുമിച്ച് കൂടാനും മീറ്റിംഗ് കൂടാനും പിന്നെ നമ്മുടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, പിന്നെ റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടത്തുക, ഇതിനൊക്കെയുള്ള ബിൽഡിങ്സിനെയാണ് നമ്മൾ അസംബ്ലി ബിൽഡിങ്സ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ തിയേറ്റർ, ജിംനേഷ്യം, റെസ്റ്റോറൻറ്റ്സ്, ലെക്ചറൽ ഹോൾസ്, ലൈബ്രറീസ്, ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ്. നെക്സ്റ്റ് വൺ ഈസ് ക്ലാസ് ഇ ടൈപ്പ് ബിൽഡിങ്സ്. ക്ലാസ് ഇ ടൈപ്പ് ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി ബിസിനസ് ബിൽഡിങ്സ് ആണ്. ഈ ബിസിനസ് ബിൽഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് നടത്താനുള്ള ബിൽഡിങ്സ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആവും, അക്കൗണ്ട്സ് സ്റ്റോറേജ് ആവും, ഓഫീസൊക്കെ ആവാം. ഈ ബിസിനസ് ബിൽഡിങ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയെന്ന് വെച്ചാൽ അത് ബാങ്ക്സ് ഉണ്ട്, ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസ്സിംഗ് ബിൽഡിങ്സ് ഉണ്ട്, ഫുഡ് പ്രോസസ്സിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഉണ്ട്, ലബോറട്ടറീസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ബിസിനസ് ബിൽഡിങ്സിൻ്റെ എക്സാമ്പിൾസ്. നെക്സ്റ്റ് വൺ ഈസ് ക്ലാസ് എഫ് ബിൽഡിങ്സ്. ക്ലാസ് എഫ് ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ മെർക്കൻറ്റൈൽ ബിൽഡിങ്സ് എന്നാണ് പറയുന്നത്. മെർക്കൻറ്റൈൽ ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഗുഡ്സ് ഡിസ്പ്ലേ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടോ സെയിൽസിന് വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് പോയി വാങ്ങിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ഷോപ്സ് ഒക്കെയാണ് ഈ മെർക്കൻറ്റൈൽ ബിൽഡിങ്സിൽ. മെർക്കൻറ്റൈൽ ബിൽഡിങ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർസ് ആവാം, ഡ്രഗ് സ്റ്റോർസ് ആവാം, മാർക്കറ്റ് ആവാം, ഫ്യുവൽ സ്റ്റോറേജ് യൂണിറ്റ് ആവും, ഹോൾസെയിൽ സ്റ്റോർസ് ഒക്കെ. ഇതൊക്കെയാണ് മെർക്കൻറ്റൈൽ ബിൽഡിങ്സിൻ്റെ എക്സാമ്പിൾസ്. നെക്സ്റ്റ് വൺ ഈസ് ക്ലാസ് ജി ബിൽഡിങ്സ്. ക്ലാസ് ജി ബിൽഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് ആണ്. ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പ്രോഡക്റ്റ് അസംബ്ലി ചെയ്യുകയോ ഡിസംബ്ലി ചെയ്യുകയോ ഫാബ്രിക്കേറ്റ് ചെയ്യുകയോ ഫിനിഷിങ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെയുള്ള ബിൽഡിങ്സിനെയാണ് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സിൽ മെയിൻലി വരുന്നത് ഗ്യാസ് പ്ലാന്റ്സ്, ഫാക്ടറീസ്, പവർ പ്ലാന്റ്സ്, റിഫൈനറീസ്, ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ക്ലാസ് എച്ച് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ബിൽഡിങ്സ് ആണ്. സ്റ്റോറേജ് ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത് എന്തെങ്കിലും പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബിൽഡിങ്സിനെയാണ് നമ്മൾ സ്റ്റോറേജ് ബിൽഡിങ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റോറേജ് ബിൽഡിങ്സിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഗ്യാരേജ് വരും, വെയർ ഹൗസ് വരും, കോൾഡ് സ്റ്റോറേജ്, ഇതൊക്കെയാണ് സ്റ്റോറേജ് ബിൽഡിങ്ങിൻ്റെ എക്സാമ്പിൾസ്. ലാസ്റ്റ് വൺ ഈസ് ക്ലാസ് ഐ, ഹൈ ഹസാർഡ് ബിൽഡിങ്സ്. ഹൈലി ഹസാർഡ് ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ബിൽഡിങ്സിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ് ഫിസിക്കലായിട്ടും ഹെൽത്തി ആയിട്ടും നമ്മുടെയും അതോടൊപ്പം തന്നെ എൻവിറോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യാനുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന
കമ്പനീസ് അല്ലെന്നുണ്ടെങ്കിൽ ബിൽഡിങ്സിനെയാണ് നമ്മൾ പറയുന്നത് ഹൈലി ഹസാർഡ് ബിൽഡിങ്സ്. അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിങ്സ് ആസ് പെർ നാഷണൽ ബിൽഡിംഗ് കോഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കറക്റ്റായിട്ട് ഓർഡറായിട്ട് ഓർത്തിരിക്കണം. അപ്പം അതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ടിപ്പ് ഞാൻ പറയാൻ പോവാണ്. ആ ടിപ്പ് ഇങ്ങനെയാണ്, ഒരു സെൻറ്റൻസാണ്: എൻ്റെ റെസിഡൻസിനടുത്തുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ അസംബ്ലിയിൽ ഒരു ബിസിനസ് മാൻ പ്രസംഗിച്ചു. അയാൾ അമേരിക്കയിലെ തൻ്റെ ഇൻഡസ്ട്രിയെയും അതിൻ്റെ സ്റ്റോറേജിനെയും കുറിച്ച് പറയുന്നതിനോടൊപ്പം അവിടെ നടന്ന ഹസാർഡിനെ കുറിച്ചും പറഞ്ഞു. ക്ലാസ് എ റെസിഡൻഷ്യൽ, അതാണിത്. ക്ലാസ് ബി എഡ്യൂക്കേഷണൽ, ക്ലാസ് സി ഇൻസ്റ്റിറ്റ്യൂഷണൽ, ക്ലാസ് ഡി അസംബ്ലി, ക്ലാസ് ഇ ബിസിനസ്, ക്ലാസ് എഫ് മെർക്കൻഡൈൽ, MERCA, അങ്ങനെ നമുക്കത് ഓർത്തിരിക്കാൻ വേണ്ടി മെർക്കൻഡൈൽ. ക്ലാസ് ജി ഇൻഡസ്ട്രിയൽ, ക്ലാസ് എച്ച് സ്റ്റോറേജ്, ക്ലാസ് ഐ ഹസാർഡസ് അല്ലെങ്കിൽ ഹസാർഡ് ബിൽഡിംഗ്. ഇതാണ് 9 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ് ബേസ്ഡ് ഓൺ നാഷണൽ ബിൽഡിംഗ് കോഡ്. ടിപ്പിങ്ങനെയാണ്: എൻ്റെ റെസിഡൻസിനടുത്തുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ അസംബ്ലിയിൽ ഒരു ബിസിനസ് മാൻ പ്രസംഗിച്ചു. അയാൾ അമേരിക്കയിലെ തൻ്റെ ഇൻഡസ്ട്രിയെയും അതിൻ്റെ സ്റ്റോറേജിനെ കുറിച്ച് പറയുന്നതിനോടൊപ്പം അവിടെ നടന്ന ഹസാർഡിനെ കുറിച്ചും പറഞ്ഞു. എൻ്റെ ഇന്നത്തെ ടൈപ്സ് ഓഫ് ബിൽഡിങ്സ് എന്ന ക്ലാസ്സും അത് ഓർത്തിരിക്കാനുള്ള ചെറിയ ടിപ്പും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.